Do you know one thing that makes a person appear less intelligent than they are? That's a question they ask. ഞാനൊരു ഓഫ്ലൈൻ ട്രെയിനിങ്ങിന് പോയപ്പോൾ അൺമ്യൂട്ട് ഹെർ എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ലാസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ അവസാനം നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അപ്പോൾ ഒരു സ്ത്രീ എണീറ്റ് വന്നു, എനിക്കൊരു ക്വസ്റ്റൻ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞോളൂ. അപ്പോൾ എണീറ്റ് എന്ന് പറഞ്ഞു, മാമേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബക്കാർ ഇങ്ങനെയാണ്, അതിൽ പെങ്ങളുണ്ട്, മൂത്ത പെങ്ങളുടെ മോൻ്റെ ഭാര്യയുടെ വീട്ടുകാർ ഇങ്ങനെയാണ്, പിന്നെ രണ്ടാമത്തെ പെങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുമ്പോൾ അമ്മായിയമ്മയാണെങ്കിൽ ഇങ്ങനെയാണ്, അമ്മായച്ഛൻ അങ്ങനെയാണ്. അപ്പോൾ ആക്ച്വലി ഇവരിങ്ങനെ പരത്തി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ആ സമയത്ത് ഇവർക്ക് എന്താ ഇപ്പോൾ പ്രശ്നം? ഹസ്ബൻഡാണോ പ്രശ്നം? ആദ്യത്തെ പെങ്ങളാണോ പ്രശ്നം? രണ്ടാമത്തെ പെങ്ങളാണോ പ്രശ്നം? ഇവർക്ക് ശരിക്കും ജീവിതത്തിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നല്ലൊരു ഉത്തരം കിട്ടുമെന്ന്? ഉണ്ടോ? എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പരത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ക്വസ്റ്റ്യനിങ് സ്കിൽസ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സ്പെഷ്യലി AI യുഗത്തിൽ കുറേ പേര് കേട്ടിട്ടുണ്ടാവും, ChatGPTയോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നല്ല ഉത്തരം കിട്ടും അല്ലേ? അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരും. നിങ്ങൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ആൻസർ കിട്ടും. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം എണീറ്റ് എന്ന് കഴിഞ്ഞാൽ ആദ്യം ആ ഒരു ഹിൻഡ് കൊടുക്കുക. ഞാൻ ഇതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് കേട്ടോ, എനിക്ക് എൻ്റെ ഇൻലോസിനെ കുറിച്ചിട്ടുള്ള ഒരു ചലഞ്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി ആ സ്പീക്കറുടെ മനസ്സിൽ പോകും, ഓ ഇൻലോസ്, ഫൈൻ, ഓക്കെ. അടുത്തത് രണ്ടാമത് ആ കോണ്ടെക്സ്റ്റ് പറയാം. അതായത് എനിക്ക് ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ മൂത്ത പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പോയിട്ടും ഇതെങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. എന്നിട്ട് മൂന്നാമത് ചോദിക്കാം, അപ്പോൾ ഇതിൽ എനിക്ക് പീസ് ഓഫ് മൈൻഡായിട്ട് നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? വാവ്, ആ സ്പീക്കർക്ക് മനസ്സിലായല്ലേ എന്താണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നും അതിനൊരു കൃത്യമായ ഒരു ആൻസർ തരാൻ ചിലപ്പോൾ അയാൾക്ക് ഇത് മതിയാകും.